ഹലോ ഗൈസ്, നമ്മൾ നിൽക്കുന്ന ട്രിവാൻഡ്രം പാരഗണിലാണ് കേട്ടോ. ദ ടേസ്റ്റ് ഡെസ്റ്റിനേഷൻ ലോകത്തിലെ തന്നെ 11ാമത്തെ സ്ഥാനമാണ് നമ്മുടെ കാലിക്കറ്റ് പാരഗൺ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം പാരഗണിലാണ്. കുറേ കാലം കൊണ്ട് ഇവിടെ വരണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷേ ഇതൊന്നും നടന്നിട്ടില്ല. പണ്ട് ഞാൻ ഇവിടെ ഒന്ന് ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കന്ന് വ്ളോഗും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ലുലുമാളിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് നമ്മുടെ പാരഗണിൽ കയറുന്ന കാര്യം തന്നെ ആലോചിച്ചത്. ഞാൻ വേറെ റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്തത്, പുള്ളിയാണ് പറഞ്ഞത് ഇവിടെ നമുക്ക് കയറാമെന്ന്. ഇവിടുത്തെ ബിരിയാണി ഇതുവരെ കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഇരിക്കുക തന്നെ നമ്മൾ അകത്ത് കയറി ഇവിടുത്തെ മെനു ആണ് ആദ്യം നോക്കി. ഇവിടുത്തെ മെനു എന്ന് പറയുമ്പം ഇവിടെ ഷവായി, അൽഫാം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ മെയിൻ എന്ന് പറയുന്നത് ബിരിയാണിയാണ്. അതുപോലെ പിന്നെ ഉച്ചയ്ക്ക് ഊണുണ്ട്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല റേറ്റ് ആവും കേട്ടോ. ഒരു പൊറോട്ട തന്നെ 22 രൂപയും കണ്ടെയാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇവർ സർവീസ് എന്നൊക്കെ പറയുമ്പോൾ നല്ല സർവീസാണ്, എടുത്ത് പറയേണ്ട ഒന്നാണ്. നല്ല സർവീസായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം ചിക്കൻ ബിരിയാണിയാണ്. രണ്ടുപേരും ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്ത. അതാണ്ട് ചിക്കൻ ബിരിയാണി എത്തിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല, ഒരു നോർമൽ ബിരിയാണിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഞാൻ കഴിച്ചു നോക്കി, സംഭവം സൂപ്പർ, ഒന്നും പറയാനില്ല. എൻ്റെ ജീവിതത്തിൽ, ഞാൻ ഉള്ളത് പറയല്ല, എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ല. ട്രിവാൻഡ്രത്ത് തന്നെ ഏറ്റവും നമ്പർ 1 ബിരിയാണി എന്ന് ഞാൻ പറയത്തുള്ളൂ പാരഗൺ. അത്ര സൂപ്പറായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ ആ റൈസ് തന്നെ സൂപ്പർ. അതുപോലെ തന്നെ അതിൽ വരുന്ന ചിക്കൻ പീസ്, ഞാൻ ഇതുപോലൊരു ചിക്കൻ പീസ് ഇതുപോലൊരു ചിക്കൻ പീസ് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നല്ല ലാർജ് പീസായിരുന്നു കേട്ടോ. 2 പീസ് ഉണ്ട് അതിൽ, ലാർജ് പീസസ് ആണ് വരുന്നത്. പിന്നെ റൈസ് സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല കേട്ടോ. റൈസും ചിക്കൻ പീസൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിക്കാൻ തന്നെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ സലാഡും അച്ചാറും പച്ച ചമ്മന്തിയൊക്കെ എടുത്ത് പറയേണ്ട ഒന്നാണ്, നന്നായിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിക്കൻ പീസ് എന്ന് പറയുന്നത് ഇതള് പോലെ ഇഞ്ഞ് വരും, അത്ര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ആ പീസിലുള്ള മസാല റൈസിനോട് കഴിക്കാൻ എന്ത് ടേസ്റ്റ് ആയിരുന്നു. എല്ലാം മൊത്തത്തിൽ ടോട്ടലി ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് ബിരിയാണി നമുക്ക് ഇവിടെ നിന്ന് കിട്ടാം. നിങ്ങൾ ആരെങ്കിലും ട്രിവാൻഡ്രത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യണം ട്രിവാൻഡ്രത്ത് പാരഗൺ റെസ്റ്റോറൻറ്റിലെ ബിരിയാണി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 255 രൂപയാണ് ഒരു ചിക്കൻ ബിരിയാണിയുടെ പ്രൈസ് കുറച്ച് കൂടുതലാണ്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും നല്ല ഫുഡ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ബെറ്റർ ഫുഡായിരിക്കും. നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒത്തണമെങ്കിൽ നല്ലൊരു ഫുഡും, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിനകത്ത് കയറിയ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് റെസ്റ്റോറൻറ്റാണ് ട്രിവാൻഡ്രത്തെ പാരഗൺ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ട്രിവാൻഡ്രത്ത് വരുന്നുണ്ടെങ്കിൽ, ബിരിയാണി സ്പോട്ട് തപ്പി നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ വന്ന് കയറാം കേട്ടോ. പ്രൈസ് വരുന്നത് 255 രൂപയാണ്. ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്ത് കേശവദാസുപുരത്ത് പാരഗണാണ്. അപ്പോൾ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ.